ഇസ്രായേലിൻ്റെ വിഷയം അത് ലോക സമാധാനത്തിന് ഭീഷണി തന്നെയാണ്. ഇസ്രായേലിൻ്റെ രൂപീകരണം തന്നെ അങ്ങനെയാണ്. ഗാന്ധി തന്നെ പറയുന്നുണ്ട്, പിന്നെ അത് അറബ് വംശത്തിന് അവകാശപ്പെട്ട പ്രദേശമാണ്. ഇസ്രായേലിന് അത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇസ്രായേലാണ് രൂപീകരിക്കപ്പെട്ട കാലം തൊട്ട് തന്നെ ലോകത്ത് അക്രമ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പലസ്തീനിൽ 1.5 വർഷമായി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അതിനെതിരെ ശബ്ദിക്കുവാൻ ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അവർ ഇറാനെ ആക്രമിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര മര്യാദകൾക്ക് എതിരാണ് ഇസ്രായേൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമം എന്ന് പറയുമ്പോൾ അന്യായമായി മറ്റൊരു രാഷ്ട്രത്തെയും ആക്രമിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒരു രാജ്യത്തിനും ഇല്ല എന്നുള്ളത്. ഇവിടെ ഇസ്രായേൽ അത് നിരന്തരം ലംഘിച്ചുകൊണ്ടിരിക്കുന്നു. അവർ അക്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കപ്പെടുന്ന രാജ്യത്തിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇറാനും ആ രീതിയിൽ പ്രതിരോധിക്കും, സ്വാഭാവികമാണ്. പക്ഷെ ഇത് ഉണ്ടാവുക ലോക സമാധാനത്തിനാണ് പിന്നെ ഭീഷണി ഉണ്ടാവുക. അപ്പോൾ ഈ ലോക സമാധാനത്തിൽ ഭീഷണി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളിലും വിട്ടുനിൽക്കണം എന്നാണ് പറയുന്നത്. ആക്രമിക്കുന്ന അക്രമത്തിന് തുടക്കം കുറിക്കുന്ന രാജ്യങ്ങൾ അവരാണ് ഇതിനൊക്കെ വിട്ടുനിൽക്കുക. ഇപ്പോൾ ലോകത്ത് ഇസ്രായേലാണ് ചെയ്യുന്നത്. വലിയ ഒരു ഭരണകൂടമാണ് ഇസ്രായേൽ ഭരണം.